റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്നത്താനി രണ്ട് തെറ്റുകൾ യുഅജ്ജിലുഹുമുല്ലാഹു ഉഖൂബത ഫിദ്ദുനിയ, ആ രണ്ട് തെറ്റുകൾക്കും അല്ലാഹു ശിക്ഷ ഈ ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കും, ഖബറിൽ ആഖിറ പരലോകത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ട്. ഒന്ന് റുഖൂഖുൽ വാലിദൈനി, മാതാപിതാക്കളെ ഇടങ്ങേറി ശീലാണ്. രണ്ട് അൽ ബഗയു, അക്രമം കാണിക്കലാണ്. തെറ്റുകൾക്കെല്ലാം ശരിയായ ശിക്ഷ ലഭിക്കുന്നത് പരലോകത്താണ്. ചില തെറ്റുകൾക്ക് ഒരു ശിക്ഷയും ഈ ലോകത്ത് ലഭിക്കാതെ പോയേക്കാം. എന്നാൽ ഉറപ്പായിട്ടും ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹു ശിക്ഷ തരുന്ന, ശിക്ഷാന്റെ പൂർണ്ണമായ ശിക്ഷയല്ല, അതിന്റെ കുറച്ചെങ്കിലും അനുഭവിപ്പിക്കുന്ന രണ്ട് തെറ്റുകളാണുള്ളത്. ഒന്ന് മാതാപിതാക്കളെ ഇടങ്ങേറി ചെയ്യലാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ ഈ ലോകത്ത് അനുഭവിക്കാതെ മരിച്ചു പോവില്ല. അത് ഏതെങ്കിലും രീതിയിൽ അള്ളാഹു തആല കൊടുക്കും. മിക്കവാറും അള്ളാഹു കൊടുക്കുന്നത് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കൾക്ക് കുരുത്തം കെട്ട മക്കളെ കൊടുക്കും. അങ്ങനെ അവൻ എങ്ങനെയാണോ തൻ്റെ മാതാപിതാക്കളെ ഇടങ്ങേറി ചെയ്തത്, അതേപോലെ അവൻ്റെ മക്കൾ അവനെ ഇടങ്ങേറി ചെയ്യും. അതാണ് മിക്കവാറും കൊടുക്കുക. അല്ലെങ്കിൽ രോഗങ്ങളോ പ്രയാസങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ കൊടുത്ത അല്ലാഹു തആല ഈ ലോകത്ത് തന്നെ അവനെ ശിക്ഷിക്കും. രണ്ടാമത്തത് ബഗയാണ്, അക്രമമാണ്. ആരെ ആക്രമിച്ചാലും അക്രമത്തിന്റെ ശിക്ഷ ഒരു പരിധിവരെ ഈ ലോകത്ത് അനുഭവിക്കാതെ പോകില്ല. അത് മദലൂമായ മനുഷ്യൻ, മർദ്ദിതനായ മനുഷ്യൻ തെമ്മാടിയാണെങ്കിൽ പോലും, നമ്മളൊരു തെമ്മാടിയെ ആക്രമിച്ചാൽ പോലും അവൻ നിരപരാധിയാണെങ്കിൽ അള്ളാഹു നമുക്ക് അതിന്റെ ശിക്ഷ ഈ ലോകത്ത് വെച്ച് തരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ. അത് വ്യക്തിയെ ആക്രമിച്ചാലും ശരി, രാജ്യത്തെ ആക്രമിച്ചാലും ശരി. ഇന്ന് നമ്മൾ കാണുന്നത് ഗസയിൽ വെടിനിർത്തൽ ഇന്നലെ പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ 15 മാസമായി നമ്മളും ലോകത്തുള്ള സർവ്വ സത്യവിശ്വാസികളും ഫലസ്തീനികൾക്ക് വേണ്ടി ചെയ്ത ദുആയ്ക്ക് ഭാഗികമായിട്ടെങ്കിലും ഫലം കണ്ടൊരു ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 15 മാസത്തെ കാലത്തെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്ക് ശേഷം ഇന്നലെ വെടിനിർത്തൽ ഉച്ചയോടുകൂടി പ്രാബല്യത്തിൽ വന്നു. ഫലസ്തീനികൾക്ക് സന്തോഷത്തിന്റെ ദിവസം വന്നു. ഇന്നലെയാണ് അവർ സ്വസ്ഥമായി കഴിഞ്ഞ 15 മാസം എന്ന് കിടന്നുറങ്ങിയത്. ഇന്നലെയാണ് നമ്മളൊക്കെ കണ്ടു. ലക്ഷക്കണക്കായ അഭയാർത്ഥികൾ വടക്കൻ ഗസയിലേക്ക്, അവരുടെ നാട്ടിലേക്ക് തക്ബീറുകൾ വിളിച്ചുകൊണ്ട് സന്തോഷ ആരവത്തോടുകൂടി അവരിങ്ങനെ തിരിച്ചു വരികയാണ്. ഇസ്രായേലി പട്ടാളം ഭാഗികമായിട്ട് അവിടെ നിന്ന് പിന്തിരിഞ്ഞു. കുറച്ചെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാനും സന്തോഷിക്കാനും ഒരു അവസരം ലഭിച്ചൊരു സന്ദർഭമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികൾക്ക് തിരിച്ചടി കൊടുക്കാതെ ലോകം അവസാനിക്കില്ല. ഇസ്രായേലിന്റെ അന്ത്യം കാണുക തന്നെ ചെയ്യും. അല്ലാഹു നാശം കൊടുക്കാതെ ഒരിക്കലും ഈ ദുനിയാവ് അവസാനിക്കാൻ പോകുന്നില്ല. അതിനൊരു തുടക്കം, ഒരു കൗണ്ട് ഡൗൺ മാത്രമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഹമാസ് ഇന്നലെ അവരുടെ പോലീസ് സേന വടക്കൻ ഗസയിലെ ഉത്തരവാദിത്വവും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് അവരിങ്ങനെ വാഹനങ്ങളിൽ പ്രകടനങ്ങൾ നടത്തുന്നു. ആയുധങ്ങൾ ഏന്തി അവർ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഒരിക്കലും യുദ്ധവിജയം നേടാനാകാതെ പിന്തിരിയേണ്ടി വന്ന വളരെ ദയനീയമായൊരു പരാജയത്തിലാണ് സത്യത്തിൽ ഇന്ന് ഇസ്രായേൽ എത്തി നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത അക്രമത്തിന് അർഹിക്കുന്ന ശിക്ഷ എന്താണോ അള്ളാഹു അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഫലസ്തീനികളെ വിജയിപ്പിക്കുമാറാകട്ടെ. ഇനിയും ഇതേപോലെ സംഘടനത്തിലേക്ക് പോകാതെ അള്ളാഹു നാട്ടിൽ സമാധാനം നിലനിർത്തുമാറാകട്ടെ. ബൈത്തുൽ മുഖദ്ദസിനെ അള്ളാഹു തആല മോചിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ അക്രമികളെയും അള്ളാഹു പാഠം പഠിപ്പിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.